പരിഭവങ്ങളും പരാതികളും ഉള്ളിലൊതുക്കി പുതിയ അധ്യയന വർഷം സ്കൂളുകളിലെത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂളിലെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ചേച്ചിമാരും മുത്തശ്ശിമാരും. തങ്ങൾ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന പൊന്നോമനകളെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാനുള്ള ദിവസം അടുത്തതിലുള്ള സന്തോഷവും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം ഉപജില്ലയിലെ 84 സ്കൂളുകളിലെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച സംഗമത്തിലാണ് 92 പാചക തൊഴിലാളികൾ ഒത്തുകൂടിയത്. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. പറമ്പിന്റെ തെക്കേ മൂലക്കലെ തമ്പ്രംകൊട ചൂടി നിൽക്കണുണ്ട്. ഇവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള പരിശോധനയുമുണ്ടായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിവിധ തലങ്ങളിലെ അധ്യാപകർക്കായി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇതാദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പാചക തൊഴിലാളികൾക്കായി ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. AEO എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർ PV ആസാദ്, മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് അനലിസ്റ്റ് PS സുമേഷ്, EMK ജിഷാർ എന്നിവർ സംസാരിച്ചു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ഷിനോയ് ചാക്കോ സ്വാഗതവും വിദ്യാഭ്യാസ ഉപജില്ലാ ന്യൂൺമീൽ ഓഫീസർ P ജോഷി ജെയിംസ് നന്ദിയും പറഞ്ഞു. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പാചക തൊഴിലാളികളായ തങ്ക കേശവനും PK ഭവാനിയും ചേർന്ന് കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം പങ്കുവച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ഫാക്ട്, കുന്നംകുളം. നിനക്ക് എത്ര നല്ല പ്രൊപ്പോസൽസ് വന്നതാ. കാനഡ, UK, US. എന്നിട്ട് അപ്പോഴേക്കും എന്നെ വീഴ്ത്തി കളഞ്ഞില്ലേ? Intimate Matrimony, beautifying your life.